ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഗലാത്യ ലേഖനം തുടങ്ങുവാനായിട്ട് ദൈവം കൃപ തന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗലാത്യ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ 1ഉം 2ഉം വാക്യങ്ങളായിരുന്നല്ലോ പഠിച്ചത്. ഗലാത്യ ലേഖനത്തിന്റെ മെയിൻ കീ വേഴ്സ് ആയിട്ട് ഞാൻ പറഞ്ഞത് 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമനുകത്താൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന്. ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടതാണ് ഗലാത്യ ലേഖനം. പൗലോസ് അപ്പോസ്തലന്റെ 1ാം മിഷണറി യാത്രയിൽ എഴുതപ്പെട്ട അതാണ് ഗലാത്യ ലേഖനം എന്നുള്ളത്. അത് അവിടെ ഗലാത്യ സഭകൾക്ക് എഴുതുന്നു എന്നാണ് പറയുന്നത്. ഗലാത്യ സഭകള് ഇപ്പോഴത്തെ ടർക്കിയിലുള്ള സഭകളായിരുന്നു. 4 സഭകളെ ഒരുമിച്ചാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. സഭകളുടെ പേര് ഞാൻ പറയാം. അന്ത്യോക്യയിലെ പിസിദ്യയിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ എന്നീ സഭകളായിരുന്നു. അന്നത്തെ സഭകളൊക്കെ ഹൗസ് ചർച്ചസ് ആയിരുന്നു. ചെറിയ ചെറിയ വീട്ടിലെ സഭകളായിരുന്നു. അതെല്ലാവരും കൂടെ അവർ ഒരുമിച്ച് കൂടി വരികയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തിരുന്നു. പൗലോസ് 1ാം മിഷണറി യാത്രയിൽ ഇത് അവർക്ക് എഴുതി. ഞാൻ പറഞ്ഞു ആ ഗലാത്യ ഉൾപ്പെട്ട ഭൂപ്രദേശം എന്ന് പറയുന്ന അവിടെ താമസിച്ചിരുന്ന ആളുകൾ വിജാതീയരിൽപ്പെട്ട ആളുകളായിരുന്നു. ഗാവൂൾ എന്ന സ്ഥലത്ത് നിന്ന്, യൂറോപ്പിലെ ഗാവൂൾ എന്ന സ്ഥലത്ത് നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവർക്ക് തന്നെ ബൗണ്ടറി നിർണ്ണയിക്കുകയും അവിടെ പാർത്ത് വർഗീയം ചെയ്തു പോയിരുന്നു. അന്ന് റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിലായിരുന്നു അവര് ആയിരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അവിടെ പൗലോസ് യാത്ര ചെയ്ത് ആദ്യത്തെ മിഷണറി യാത്രയിൽ ഉണ്ടായ സഭയായിരുന്നു ഗലാത്യ സഭ എന്ന് പറയുന്നത്. പൗലോസ് സുവിശേഷത്തെ അവരോട് പറയുകയും അവര് ക്രിസ്തുവിലേക്ക് വരികയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സഭകൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം പൗലോസ് അവിടുന്ന് പോരുന്നതിന് ശേഷം പൗലോസ് പറഞ്ഞ സത്യസുവിശേഷത്തിൽ നിന്നും വേർപെടുവാനായിട്ട് തെന്നിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അവർക്ക് ലെറ്റർ എഴുതുകയാണ് പൗലോസ് ചെയ്യുന്നത്. നമ്മൾ 1ഉം 2ഉം വാക്യം പഠിച്ചായിരുന്നു. മനുഷ്യരാനുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല, ദൈവത്താൽ അത്രേ തനിക്ക് യേശുക്രിസ്തുവിനാലും ദൈവത്താലും അത്രേ താൻ അപ്പോസ്തലനായി തീർന്നത് എന്ന് പറഞ്ഞു. ആദ്യത്തെ 5 വാക്യത്തില് നല്ല അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണ്. മീനിങ് ഉണ്ട് അതിനകത്ത്. നല്ല അർത്ഥസമ്പുഷ്ടമായ 5 വാക്യങ്ങളാണ് അത്. ആദ്യത്തെ 1ഉം 2ഉം വാക്യങ്ങളിലെ അപ്പോസ്തലൻ തന്റെ അപ്പോസ്തോലികമായ അധികാരത്തെ വ്യക്തമാക്കിയാണ് ചെയ്യുന്നത്. തനിക്ക് ലഭിച്ച അധികാരം മനുഷ്യരാലുമല്ല, പിതാവായ ദൈവത്താലും യേശുക്രിസ്തുവിനാലും തനിക്ക് ലഭിച്ചതാണ് എന്ന് പറയുന്നു. രണ്ടാമതായി തന്റെ താൻ പറയുന്ന സന്ദേശമായ ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. തന്റെ സന്ദേശമായ ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ 2 വാക്യത്തില് മുഴുവൻ സുവിശേഷവും 3, 4 വാക്യങ്ങളിലെ ആ മുഴുവൻ സുവിശേഷവും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയാം. 3ഉം 4ഉം നമ്മൾ 1ഉം 2ഉം പഠിച്ചു. 3ഉം 4ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇപ്പോൾ വായിക്കുന്ന നമുക്കും, അന്ന് ഗലാത്യരോട് പറഞ്ഞു എങ്കിൽ ഇപ്പോൾ വായിക്കുന്ന നമുക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ അല്ലെ. ഇവിടെ പറഞ്ഞു പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ക്രിസ്തുവിങ്കിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ആ 2 പദം കൃപയും സമാധാനവും എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ കാതലായ 2 പദങ്ങളാണ് ഉള്ളത്. കൃപ അനർഘമായ ദൈവത്തിന്റെ ദയയാണ് കാണിക്കുന്നത്. ആ ഒരു ജാതികളോടുള്ള, അഭക്തരോടുള്ള, കർത്താവിൽ നിന്ന് അകന്നു മാറിപ്പോയ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അനർഘ
ദീർഘമായ ഒരു ദയയാണ് കൃപ എന്ന് പറയുന്നത്. കൃപയിലല്ലാതെ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയും കരുണയും മൂലം മാത്രമാണ്, അല്ലെ? ആ എന്താ പറയുന്നത്, കൃപ എന്ന് പറയുന്നത് നാം എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പേ, നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പേ, നാം ഏതെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു, അല്ലേ? നാം ചോദിച്ചിട്ടാണോ ദൈവം നമുക്ക് രക്ഷയെ തന്നത്? ഒരിക്കലുമല്ല. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും ദൈവം ഒരുക്കി, അല്ലേ? ആദം പാപം ചെയ്യുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തന്നിൽ നിന്ന് അകന്നു പോയി പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവനായി തീരും എന്നറിഞ്ഞ ദൈവം തന്നോടുകൂടെ വീണ്ടും ഇരിക്കേണ്ടതിന്, ആ ദൈവതേജസ് അവർക്ക് മടക്കി കൊടുക്കേണ്ടതിന് പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അതാണ് ദൈവത്തിന്റെ കൃപയും കരുണയും എന്ന് പറയുന്നത്, അല്ലേ? ആ ഏദനിൽ നഷ്ടപ്പെട്ടത് പുതിയ യെരൂശലേമിൽ തിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ദൈവം വലിയൊരു മുതൽ മുടക്കി. അതാ ദൈവത്തിന്റെ കൃപയും കരുണയും എന്ന് പറയുന്നത്. പറഞ്ഞ കൃപയിൽ നിന്നല്ലാതെ ഒരു സുവിശേഷം ഇല്ല, കൃപയിൽ നിന്നല്ലാതെ ഒരു രക്ഷയില്ല, കൃപയിൽ നിന്നല്ലാതെ ഒന്നുമില്ല. അപ്പം സകലവും ദൈവത്തിന്റെ കൃപയും കരുണയും. നമ്മൾ ഈ ടേക്ക് ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പോലെ കൃപയങ്ങ് എല്ലാത്തിനും കൃപ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കൃപയ്ക്ക് ഇപ്പം വിലയില്ലാതായി പോയി, അല്ലേ? കൃപയ്ക്ക് വലിയൊരു വിലയുണ്ട്. അത് തന്റെ പുത്രനെ യാഗമായി തീർത്ത ആ ദൈവത്തിന്റെ കൃപ, അല്ലെ? ആ പാപം ചെയ്ത നമുക്കെല്ലാം ദൈവം ചെയ്തു തരുന്നു. സൗജന്യമായി ആ രക്ഷയെ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷയെ അങ്ങ് വന്ന് സ്വീകരിച്ചോളണം ദൈവം മനുഷ്യരോട് കെഞ്ചുകയാ ചെയ്യുന്നത്, കരഞ്ഞപേക്ഷിക്കുക ചെയ്യുന്നത്. എത്ര കാലങ്ങളായിട്ടല്ലേ? ഉൽപ്പത്തി തുടങ്ങി പ്രവാചകന്മാരിലൂടെയും എല്ലാവരിലൂടെയും സുവിശേഷകരിലൂടെയും കാലാകാലങ്ങളായി യുഗായുഗങ്ങളായി ദൈവം ഇങ്ങനെയും അപേക്ഷിച്ചിരിക്കുക. പക്ഷെ മനുഷ്യനതൊന്നും കേൾക്കാനായിട്ട് ഒരു താല്പര്യവുമില്ല. ഇന്നും ദൈവം അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വാ, സൗജന്യമായി രക്ഷയുണ്ടെന്ന് പറഞ്ഞ ആർക്കും വേണ്ട. കാശ് കൊടുത്താണെങ്കിൽ എല്ലാവരും പോകുമായിരുന്നല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ തങ്ങളുടെ ജീവൻ പോലും കളഞ്ഞേച്ച് കാശ് കൊടുത്ത് രക്ഷയ്ക്ക് വേണ്ടി ഓടുക. പക്ഷെ എവിടെയാ ഓടുന്നതെന്ന് അറിയത്ത് പോലുമില്ല. അവരുടെ ആ ബുദ്ധി പൊയ്പോയല്ലേ? എന്താ പറയുന്നത്, നമ്മള് റോമാലേഖനം പറയുന്ന പോലെ നികൃഷ്ട ബുദ്ധിയിലായിപ്പോയി, ആ ഒരു അശുദ്ധിയിലായിപ്പോയി അവരുടെ വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ഇരുണ്ടുപോയി എന്നൊക്കെയാ പറയുന്നത്, അല്ലേ? ആ ഒരു വിവേകമേ, മനുഷ്യൻ ബുദ്ധിമാന്മാരെ എല്ലാം കണ്ടുപിടിച്ച് മേലോട്ട് പോവുക. പക്ഷേ ആ രക്ഷയെ കണ്ടെത്താനുള്ള ബുദ്ധിയില്ലേ, അല്ലേ? അത് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും രക്ഷയെ കണ്ടെത്താൻ ഒക്കത്തില്ല. ദൈവം കൊടുക്കുന്ന ഉൾബുദ്ധി കൊണ്ട് ആ രക്ഷയെ കണ്ടെത്താനായിട്ട് ഒക്കത്തില്ല. അപ്പൊ ആ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത വിലയ്ക്ക് ആ കൃപ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മനുഷ്യരെ ദൈവം തെരഞ്ഞെടുത്ത് എങ്ങനെ? നല്ലവരായ മനുഷ്യരെയും വിവേകികളായ മനുഷ്യരെയും ബലവാന്മാരായ മനുഷ്യരെയും ഒന്നും അല്ല ദൈവം കണ്ടെടുത്തത്, അല്ലേ? നമ്മളൊരു ജോലിക്കോ മറ്റോ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയാ നമുക്ക് ജോലി തരുന്നോ ഒക്കെ, അല്ലേ? എന്തിനാണെങ്കിലും. പക്ഷെ കർത്താവ് എവിടെയാ? നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോ, പാപികളായിരിക്കുമ്പോ എന്നും പറഞ്ഞിട്ടാ നമ്മളെ രക്ഷിച്ചത്, അല്ലേ? ഒന്നുമില്ലാതിരിക്കുമ്പോ, അല്ലെ? ആ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ നമുക്ക് ആ ഒന്നുമില്ലാത്തതിനെ, നികൃഷ്ടതും കുലഹീനവുമായതിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ടല്ലേ? ഒന്നും ഒന്നിനും കൊള്ളാത്ത മനുഷ്യരെ വീണ്ടെടുത്ത് തന്റെ കൃപയാൽ രക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വലിയൊരു ആ ഒരു പ്രവൃത്തിയാണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക് റോമാലേഖനത്തിലെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. കൃപയെ കുറിച്ച് പറയുന്നത് റോമാലേഖനം 5-ന്റെ 6, 7, 8, 10 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നമുക്ക് ഫെമിലിയർ ആയുള്ള വാക്കുകളാണ്, എങ്കിൽ തന്നെയും വായിച്ചു പോകാം. വല്ലപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയ രക്ഷയെ കുറിച്ച് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. 5-6 നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു
തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തവരെ അവർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും. നമുക്കറിയാമല്ലോ, ചില പ്രധാനമന്ത്രിമാരും പ്രസിഡന്റ് അവരുമൊക്കെ മരിക്കുമ്പോൾ കൂടെ മരിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നുമല്ല, പക്ഷെ നമ്മൾ ഒന്നുമില്ലാതിരിക്കുമോ നമ്മെ രക്ഷിച്ച നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ കൃപ. 8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനിൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ, ദൈവത്തോട് സമാധാനമില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മെ കണ്ടെത്തി രക്ഷിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി. നാം ദൈവത്തെ തേടിച്ചെന്നല്ല, ദൈവം നമ്മെ കണ്ടെത്തി നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ദയയാണ് കൃപ എന്ന് പറയുന്നത്. സമാധാനം എന്നത് കൃപയുടെ ഫലമാണ്. സമാധാനം ഒരു പാപി രക്ഷിതാവിനെ സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന അവന് ദൈവത്തോട് സമാധാനമുണ്ട്. അവന് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് സമാധാനം എന്ന് പറയുന്നത്. കാരണം ദൈവത്തോട് സമാധാനമില്ലാതിരുന്ന നമ്മെ സമാധാനപ്പെടുത്തിയ കൃപയുടെ സുവിശേഷം, അതാണ് സമാധാനം. എപ്പോഴും മനുഷ്യൻ സമാധാനമില്ലാതിരുന്ന ഒരു മനുഷ്യനായല്ലേ. നമുക്ക് സമാധാനമില്ലാതിരിക്കുമ്പോ അറിയാം വല്ലാത്തൊരു വിങ്ങലൊക്കെ ഉണ്ടല്ലേ. ദൈവത്തോടു കൂടെ സമാധാനത്തിലായിരുന്ന ആദമും ഹവ്വയും പാപം ചെയ്തത് മൂലം ആ സമാധാനം നഷ്ടപ്പെട്ടു. ഒരു ഗോഡ് ഫിൽഡ് വാക്വമുണ്ടായിരുന്നു. അതിനെയാണ് രക്ഷയിലൂടെ ദൈവം നമുക്കുള്ളിൽ തന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന്, അത് ഗോഡ് ഫിൽഡ് വാക്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ലാതെ ആർക്കും അത് ഫില്ല് ചെയ്യാൻ വയ്യാത്ത ഒരു വാക്കമാ. ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ആ ശൂന്യതയെ മാറ്റി ഉള്ളിൽ ആ സമാധാനം കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്ന് ആ സമാധാനം ഉള്ളിൽ നിറച്ചു. അത് കൃപയുടെ ഫലമാണ്. കൃപയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം. രക്ഷയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ല, സകല ബുദ്ധിയെയും കവിയുന്നൊരു സമാധാനം, ഒരു ബുദ്ധിക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു സമാധാനം. ഒരു പാപി രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമാധാനമില്ലാത്ത അവസ്ഥ കഴിഞ്ഞ് സന്തോഷത്തോടെ ആയിരിക്കുന്നു, സന്തോഷ സമൃദ്ധമായ ഒരു ജീവിതം. പണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്നിരിക്കുക. നമ്മൾ പണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പണം ഉണ്ടായാലും എത്രത്തോളം പ്രശസ്തി ഉണ്ടായാലും അത് ആ ടെമ്പോറലാ, അത് ഇച്ചിരി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിയുമ്പോൾ എപ്പോഴും ഒരു അസമാധാനം നിലനിന്നിരുന്നു. പക്ഷെ നാം ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് പണമില്ലെങ്കിലും നമുക്ക് ഒന്നുമില്ലെങ്കിലും രോഗമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും അതിന്റെ നടുവിലും ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. 2 ചങ്ങലകളുടെ ഇടയിൽ കിടന്ന പൗലോസ് പറഞ്ഞു, രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പടയാളികളുടെ നടുവിലായിരുന്ന പൗലോസ് പറഞ്ഞു എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞല്ലേ. ആ ഒരു വലിയൊരു സമാധാനം ദൈവം തരിക. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിച്ചു, ഒരു ദൈവത്തോടൊരു സമാധാനം പ്രാപിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് ജീവിതത്തിൽ എന്നും സമാധാനം. നാം ഈ ലോകത്തിൽ പോകുന്നവരെയും നാം ഇവിടുന്ന് മാറിപ്പോകുന്നവരെയും ദൈവം തരുന്ന വലിയൊരു സമാധാനം. അത് എപ്പോഴും ഉണ്ട്. കൃപയും സമാധാനവും നമ്മോട് കൂടെ ഇരിക്കട്ടെ. അപ്പം നമ്മളെ കൃപ എന്ന് പറയുമ്പോൾ നമ്മെ വീണ്ടെടുത്ത കൃപ, നമ്മള് റോമാലേഖനത്തിൽ പറയുന്ന മേൽകൃപ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും കവിഞ്ഞു വരുന്ന ഒരു കൃപ. നമുക്ക് എത്രത്തോളം കൃപ വേണോ അത്രത്തോളം കൃപ. ഇന്നത്തെ കൃപ പോരാ നാളെ നിലനിൽക്കേണ്ടതിന്, ഇന്നലത്തെ കൃപ പോരാ ഇന്ന് നിലനിൽക്കേണ്ടതിന്. അത്രത്തോളം കൃപയും സമാധാനവും ദൈവം നൽകുന്നുണ്ട് അല്ലെ. അപ്പം പൗലോസ് അവരോട് പറയാം, നിങ്ങൾക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആ റോമാലേഖനം 5:1 പറയുന്നു, നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ജനവാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ദൈവ സമാധാനവും ആ കൃപയും നമുക്ക് രക്ഷയിലൂടെ കിട്ടുന്നതാണ് ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനം പറയുന്നത് ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം എന്നാ പറയുന്നത്, അല്ലെ? ക്രിസ്തു നമ്മുടെ സമാധാനം എന്ന് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു വിടാം. എഫെസ്യ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും. ഇത് ഇരുപക്ഷമാരാ, ദൈവത്തിന് നമുക്കും തമ്മിൽ സമാധാനമില്ലായിരുന്നു, അല്ലെ? ക്രൂശിൽ 16 ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്ര. ദൈവത്തിന്റെ ആയവർക്ക് കിട്ടുന്നതാണ് ആ വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി നിലനിൽക്കുന്ന കൃപയിലും സമാധാനത്തിലുമാണ് എന്ന് പറയാം. അന്ന് മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു. ഇനി നമ്മൾ ആ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഗലാത്യ സഭകളോട് പൗലോസ് പറഞ്ഞു. ആരിൽ നിന്നുമുള്ള കൃപയും സമാധാനവുമാണ് നമുക്ക് കിട്ടുന്നത്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിങ്കിൽ നിന്നുമുള്ള കൃപയും സമാധാനവും, അല്ലെ? പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിങ്കിൽ നിന്നുമുള്ള സമാധാനം. വെറുതെ ഒരു മനുഷ്യൻ തരുന്ന സമാധാനമല്ല, നമ്മൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിങ്കിൽ നിന്നുള്ള ഒരു സമാധാനമാണ്. ആദ്യം പറഞ്ഞതുപോലെ നമ്മള് ഒരു കർത്താവിന്റെ ആ ഒരു ദൈവത്തിന്റെ ഒരു മുതൽ മുടക്കിനെ കുറിച്ച് പൗലോസ് ആദ്യം തന്നെ അങ്ങ് സുവിശേഷത്തിന്റെ കാതലായ സത്യം ആ 2-5 വാക്യങ്ങളിൽ പൗലോസ് അങ്ങ് പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറയും, രക്ഷ എന്ന് പറയുന്ന വലിയൊരു രക്ഷയുടെ ഒരു വലിയൊരു മുതൽ മുടക്കിനെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ രക്ഷ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ, വിശ്വാസത്താലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് നിസ്സാരമാണ്, അല്ലെ? വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമെന്ന് പറയും. പക്ഷെ ദൈവം അതിനുവേണ്ടി വലിയൊരു മുതൽ മുടക്കി തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അപ്പം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലെ, നമ്മെ രക്ഷിച്ചത്. നമ്മോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മളിലൊന്നും ദൈവം ആഗ്രഹിക്കുന്നതുമില്ല. നമ്മെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതിയല്ലേ? നമ്മുടെ ഒരു കാര്യവും വേണ്ട. രക്ഷയ്ക്ക് വേണ്ടി നമ്മള് തീർത്ഥാടന സ്ഥലം പോകേണ്ടതില്ല, പൈസ കൊടുക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മെ തന്നെ അങ്ങ് കൊണ്ടു കൊടുത്താൽ മാത്രം മതി, അല്ലെ? കൊണ്ടു കൊടുക്കാൻ വേണ്ട, കർത്താവ് ഇങ്ങോട്ട് വരിക, അന്നേരം കൊടുത്താൽ മതി, അല്ലെ? 1 യോഹന്നാൻ 5:15 ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചെന്നാ പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു, അല്ലെ? അപ്പൊ നമ്മൾ സ്നേഹിച്ചതിന് ശേഷമാണ് ദൈവത്തെ നാം സ്നേഹിക്കുന്നത്. ഇന്നും സ്നേഹിക്കുന്നു പറയാൻ പറ്റിയിട്ടുള്ളൂ, സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മളിങ്ങനെ എത്ര നാൾ എടുക്കും നമ്മളിങ്ങനെ ദൈവത്തെ നല്ലോണം ഒന്ന് സ്നേഹിക്കണം, പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ഒക്കെ സ്നേഹിക്കണമെന്നൊക്കെ പറയുമ്പം എത്രയോ കാലം ഇനി എടുക്കുമല്ലേ? ദൈവം നമ്മളെ അങ്ങനെ സ്നേഹിച്ചല്ലോ, നമ്മെ ആദ്യം തന്നെ ദൈവം സ്നേഹിച്ചു. നമുക്ക് വേണ്ടി ഒരു മുതൽ ദൈവം ആദ്യമേ ഇങ്ങ് തന്നു, അല്ലേ? നമ്മൾ എന്നിട്ട് നമ്മളെ തന്നെ കൊടുക്കാൻ എപ്പോഴും മടി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നമ്മെ എങ്ങനെയാ രക്ഷിച്ചത്? ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചെന്നാ പറയുന്നത്, അല്ലേ? ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇപ്പോഴത്തെ ദുഷ്ടലോകം,
ഇംഗ്ലീഷ് പറയുന്നത് പ്രസന്റ് ഈവിൾ ഏജ് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ദുഷ്ടലോകം അന്ന് ഗലാത്യ സഭകളോട് പറഞ്ഞിരുന്നതാണെങ്കിൽ ഇന്ന് നമ്മളോടും പറയാം. ഇന്നത്തെ ലോകമെന്ന് പറയുമ്പോൾ വചനത്തില് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. പല രീതിയിൽ ലോകം എന്ന പദം ഉപയോഗിച്ച്, അർത്ഥങ്ങളല്ല, പല രീതിയിൽ ലോകം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഭൂമിയെ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭൂതലത്തെ അല്ലെ ഭൂമണ്ഡലത്തെ ഒക്കെ ലോകം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ലോകം എന്ന് പറയുന്നത് മനുഷ്യരെ കുറിച്ച്, ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ച് ലോകം എന്ന് പറയുന്നത് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക്, തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അത് ഈ ലോകത്തിലെ മനുഷ്യരെ ഉള്ള അർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം ലോകം, ഈ ലോകത്തിന്റെ വ്യവസ്ഥ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വന്ന ഈ ലോകത്തിന്റെ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ വ്യവസ്ഥ, ഇപ്പോഴത്തെ ലോകത്തിന്റെ ഇതിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തികളുണ്ടല്ലോ, ദുഷ്ടന്റെ സകലവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ടെമ്പോറൽ വേൾഡിനെ കുറിച്ച്, അല്ല വേൾഡ്ലി പൊസഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. സിസ്റ്റം ഓഫ് ദ വേൾഡ്, നമ്മള് ലോകത്തിന്റെ അധിപതി എന്നൊക്കെ പിശാചിനെ പറയുന്നുണ്ടല്ലേ, സകലവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് വചനത്തിൽ കാണുന്നത് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ആ ലോകത്തിന്റെ വ്യവസ്ഥയെ സ്നേഹിച്ചു. അപ്പൊ ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് അധീനരായിരുന്നു, പാപികളായിരുന്നു നമ്മെ രക്ഷിക്കാനായിട്ട്. ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന്, അല്ലെ നമ്മളുടെ അവസ്ഥയെന്നും പറയാം നമുക്ക്, നമ്മളുടെ നമ്മളുടെ പാപികളായ മനുഷ്യരുടെ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയെന്നും നമുക്ക് പറയാം. അപ്പൊ ഈ ദുഷ്ടലോകം, അങ്ങനെ പാപം നിറഞ്ഞ ലോകം, ദുഷ്ടനാൽ നശിപ്പിക്കപ്പെട്ട ലോകം, ആ ലോകത്തിൽ നിന്നും മാനവകുലത്തെ രക്ഷിപ്പാൻ ക്രിസ്തു പിതാവിന്റെ ഇഷ്ടപ്രകാരം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ആ വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ആ ഒരു കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് എവിടെ നിന്നാ വരുന്നത്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും യേശു ക്രിസ്തുവിനാലും. ആ യേശു ക്രിസ്തു അവിടെ ചെയ്ത പ്രവൃത്തി എന്താ? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് എങ്ങനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു? പിതാവിന്റെ ഇഷ്ടപ്രകാരം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോ വാക്കിലും അതില് ഒത്തിരി അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു സുവിശേഷം മുഴുവനും പറയുന്നത്, നമ്മൾ ചിലപ്പം പറയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം എഴുതി വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ, മനുഷ്യനെ രക്ഷിക്കാനായിട്ട് വന്നു. അത് തന്നെയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 2 വാക്യങ്ങൾ പൗലോസ് അവിടെ പറഞ്ഞാണ്. അപ്പൊ ക്രിസ്തു പിതാവിന്റെ ഇഷ്ടപ്രകാരം നമ്മെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നു. എങ്ങനെയാണ്? നമ്മളുടെ പാപങ്ങൾ നിമിത്തം, വെറുതെ ഇറങ്ങി വന്നല്ല, നമ്മളുടെ പാപങ്ങൾ നിമിത്തം ഒരു രക്ഷകനായി ഈ ലോകത്തിലേക്ക് ദൈവം വെളിപ്പെട്ടതാണ് ക്രിസ്തു എന്ന് പറയുന്നത് അല്ലേ. ഈ രക്ഷകനെ ആവശ്യമില്ലാത്ത ഒരാളുമില്ല ഈ ലോകത്തില്. ഉണ്ടോ? ഒരിക്കലും ആരുമില്ല. എന്ന് പറഞ്ഞാല് സകല മനുഷ്യരും പാപം ചെയ്ത് എല്ലാവരും തേജസ് ഇല്ലാത്തവരായി തീർന്ന് റോമാലേഖനം പറയുന്നു. അപ്പം ആരുമില്ല, ദൈവത്തെ വേണ്ടാത്ത ആരുമില്ല, ഒരു രക്ഷകനെ ആവശ്യമില്ലാത്ത ആരുമില്ല. അതല്ലേ റോമാലേഖനം പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം 3:20 മുതലുള്ള വാക്യങ്ങൾ. 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര ഒന്നിലും ഏതു പ്രവൃത്തികളാലും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലോ നമ്മുടെ സ്വന്തം പ്രവൃത്തികളാലോ നമുക്ക് രക്ഷ നേടുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ ന്യായപ്രമാണം എന്തിനാ അവിടെ കൊടുത്തത്? അവിടെ പാപത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടിയാണ് ന്യായപ്രമാണം കൊടുത്തത്. അപ്പം റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പൊ ആ പാപത്തെ അറിയുന്നതിന് വേണ്ടി ന്യായപ്രമാണം കൊടുത്തത്. എന്നിട്ടും ആർക്കും രക്ഷയില്ല. 3:21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. കർമ്മങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. 3:21. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. 5:12 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ
മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പം സകല മനുഷ്യരിലും മരണമുണ്ട്, പാപത്തിന്റെ ഫലമായുള്ള മരണമുണ്ട്. എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു, എല്ലാവരും പാപത്തിലായി, എല്ലാവരിലും മരണം വ്യാപരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും, ഈ ലോകത്തിൽ ജനിച്ചവർക്കും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും രക്ഷകനെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും ഇനി ജനിക്കാൻ പോകുന്നവരുടെയും, കർത്താവിന്റെ വരവ് വരെ ഇനി ജനിക്കാൻ പോകുന്നവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അപ്പൊ നമ്മളുടെ പാപങ്ങൾ നിമിത്തം എന്ന് പറയുന്നുണ്ട്, റോമലേഖനം 8:3 ഇങ്ങനെ, ജഡത്താനുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപനിമിത്തവും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിൽ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. ക്രിസ്തുവിനെ 2 കൊരിന്ത്യർ 5:21 ദൈവം ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നുണ്ട് അല്ലെ. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപിയായി അല്ല, പാപമായി തീർന്ന ദൈവത്തിന്റെ വലിയ കൃപ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. അപ്പം ആ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ പിതാവിന്റെ ഇഷ്ടത്താൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യകാല നിത്യതയിൽ മനുഷ്യനു വേണ്ടി, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ ദൈവം തയ്യാറാക്കിയപ്പോൾ, പിതാവെ ഞാൻ നിന്റെ പിതാവിന്റെ ഇഷ്ടമായിരുന്നു അതെ ആ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള. ആ ഇഷ്ടത്തിന് വിധേയനായി ഞാൻ വരാമെന്ന് പറഞ്ഞ കർത്താവ് തന്നെത്താൻ, അത് ചെയ്യാമെന്ന് പറഞ്ഞ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനത്തിൽ വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 10:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 10:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചു കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. പിതാവെ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഈ ലോകത്തിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവ് അല്ലെ. അപ്പം ക്രിസ്തുവിലോ, നമ്മളിവിടെ എല്ലാം പറഞ്ഞത്, ക്രിസ്തുവിലൂടെയുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പിതാവിന്റെ ഇഷ്ടത്താലായിരുന്നു. ദൈവം ഒരുക്കിയിരുന്ന രക്ഷയ്ക്കുള്ള രക്ഷാ മാർഗമെന്ന് പറയുന്നത് ക്രിസ്തുവാണ് അല്ലെ. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു മാർഗവുമില്ല. ആ ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു മാർഗവുമില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. നമ്മളിങ്ങനെ ബൈബിള് പഠിച്ചെന്ന് പറഞ്ഞിട്ടോ ഒന്നും രക്ഷയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ എത്രയോ ആൾക്കാർ ബൈബിള് ഫോളോ ചെയ്യുന്നുണ്ട്, ബൈബിള് പഠിക്കുന്നുണ്ട്, രക്ഷയുടെ അനുഭവത്തിലേക്കായിത്തീരാൻ. എല്ലാ ക്രിസ്ത്യാനികളും ബൈബിള് പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് വേറെ പലതിലും മധ്യസ്ഥനിൽ ആശ്രയിക്കുന്നുണ്ട്, മറ്റു പലതിലും ആശ്രയിക്കുന്നുണ്ട്. രക്ഷയിലേക്ക് വന്നിട്ടില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ രക്ഷ അല്ലെ. രക്ഷിക്കപ്പെടുവാൻ ആകാശനെങ്കിൽ മനുഷ്യരുടെ ക്രിസ്തുവിന്റെ നാമം അല്ലാതെ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നേ ഉണ്ടല്ലോ അല്ലെ. ആകയാൽ കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന കർത്താവിനെ യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയാൻ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലെ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്
വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അല്ലേ ഉണ്ണീശുവിനെ ആരാധിക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ഒന്നും രക്ഷയില്ല. ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് രക്ഷയില്ല. ഞാൻ സ്വയമേ ചെയ്യേണ്ട കാര്യമാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഇവിടെ ആ ക്രിസ്തുവിലുള്ള രക്ഷിക്കപ്പെടുവാൻ ക്രിസ്തു അല്ലാതെ വേറൊരു മാർഗമില്ല. ആ ക്രിസ്തുവിനുള്ള രക്ഷയുടെ മഹത്വം എന്താണ്? ആ ദുഷ്ടലോകത്തിൽ നിന്ന്, ആ ദുഷ്ടന്റെ വ്യവസ്ഥയിൽ നിന്ന്, ദുഷ്ടലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്തിന് പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെ? ഈ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ, ദൈവവും, അത് ഞാൻ പറഞ്ഞില്ല, ദൈവവും പിതാവുമായവന്റെ, ദൈവം എന്ന് ആദ്യം പറഞ്ഞേക്കുന്നേ, പിതാവെന്ന് പിന്നെ പറഞ്ഞേക്കുന്നത്. അതിന് കാരണമുണ്ടോ? അതോ വെറുതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞേക്കുമല്ലേ? ഓരോ കാര്യങ്ങളും അവിടെ എഴുതിയേക്കുന്നതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ദൈവവും പിതാവും. ആദ്യം ആരായിരുന്നു നമുക്ക് ദൈവം? ദൈവമായിരുന്നു അല്ലേ? പിതാവായതെപ്പോഴാ? നമ്മൾ മക്കളായി തീർന്നപ്പോഴാ. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ മക്കളായി തീർന്നത്. അപ്പൊ പിതാവും ദൈവവുമല്ല, പിതാവും ദൈവവും ഒക്കെയാണ്. പക്ഷെ ആദ്യം ഏതാണ്? പിതാവ്, ദൈവം, അത് കഴിഞ്ഞ പിതാവ്. അതുകൊണ്ട് അവന്റെ ആ ഒരു അതേ ഇതിലാ എഴുതിയേക്കുന്നത്. അപ്പം പിതാവായ ദൈവത്തിങ്കിൽ നമ്മുടെ ദൈവവും പിതാവും, നമ്മൾ എല്ലാവരുടെയും ദൈവമാ ദൈവം. പക്ഷേ എല്ലാവരുടെയും പിതാവല്ല ദൈവം. തന്റെ മക്കളുടെ മാത്രം അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ അവകാശം നമുക്ക് തന്നപ്പോൾ മക്കൾക്ക് മാത്രമാ പിതാവ്. അല്ലേ? നമ്മുടെ വീട്ടിലെ മക്കൾക്ക് മാത്രമാണ് അപ്പൻ എന്ന് പറയുന്നത്. വേറെ മക്കൾക്ക് അപ്പനാകുകയില്ലല്ലേ? സ്വന്തം മക്കൾക്ക് അപ്പനാകുകയുള്ളൂ. അതുപോലെ തന്നെ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പിതാവ്, ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തു നിന്ന്, ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്, എല്ലാവരെയും വിടുവിക്കേണ്ടതിന്, നമ്മുടെ പാപങ്ങൾ നിമിത്തം, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ആ പാപങ്ങൾ നിമിത്തം, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ നിമിത്തം, രക്ഷിതാവിനെ ആവശ്യമില്ലാത്ത ആരുമില്ല, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷം മുഴുവൻ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ദൈവത്തിന് എന്നേക്കും മഹത്വം. അത് ആ ട്രിനിറ്റി മൊത്തമാണ് അവിടെ ഉൾപ്പെട്ടിരിക്കുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. കൃപയുടെ സുവിശേഷ പ്രകാരം സകല മഹത്വവും പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിനും മാത്രമേ ഉള്ളൂ. അല്ലാതെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയോ മറ്റു ഒന്നും രക്ഷയ്ക്ക് കാരണമല്ല. സകലവും അവനിൽ, അല്ലെ ലോമലേഖനം പറയുന്നേ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വമാമേൻ. ഞാൻ ഒന്ന് വായിച്ചു വിടാം. റോമാലേഖനം 11:33 മുതലുള്ള വാക്യങ്ങൾ ഇടയ്ക്കൊക്കെ വായിക്കുന്നത് നല്ലതാ, ഓർത്തിരിക്കാമല്ലോ. റോമാലേഖനം 11:31. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാ. അല്ലേ? ഒരു മനുഷ്യനെ വീണ്ടെടുപ്പാൻ ദൈവം തന്റെ പുത്രനെ തന്നെ യാഗമാക്കി തീർത്തു. ഒരു രക്ഷയ്ക്കാക്കി ഒരു പുത്രനെ ആക്കി വെച്ചു. കർത്താവ് കുറെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കൊണ്ടോ, നമ്മുടെ ധനം കൊണ്ടോ രക്ഷ ആവശ്യമാകുമായിരുന്നെങ്കിൽ, രക്ഷയ്ക്ക് കാരണമാകുമായിരുന്നെങ്കിൽ അത് ഒരു മനുഷ്യനും നേടാനൊക്കത്തില്ല. ഒരു പൈസ ആയിരുന്നു, അല്ലെങ്കിൽ പണമായിരുന്നു, സമ്പത്തായിരുന്നു രക്ഷയുടെ ആധാരമെങ്കിൽ ഈ ലോകത്തിലെ സമ്പന്നന്മാർക്ക് മാത്രം നേടാമായിരുന്നു. അല്ലേ?
അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം നേടാമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കുലമഹിമയോ വല്ലതും ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം നേടാമായിരുന്നു. അതൊന്നുമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരേ റോമാലേഖനം ദൈവം എല്ലാവരും കൃപ വന്നേണ്ട എല്ലാവരെയും പാപത്തിന്റെ അടിച്ചിരിക്കും. ആ ഒരു എന്താ പറയുന്നത്, എല്ലാവരും ഒരുപോലെ ആക്കിയേക്കുന്നത്. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവർക്കും രക്ഷയുണ്ട്. പക്ഷെ എല്ലാവർക്കും രക്ഷ ഓരോ കാര്യങ്ങളിലൂടെയല്ല, എല്ലാവർക്കും രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മാറി. അപ്പം ദൈവത്തിന്റെ മക്കൾ മുഖപക്ഷമല്ലേ, മുഖപക്ഷം ഇല്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെ മുഖപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ആർക്കും ആ ക്രിസ്തുവിലേക്ക് വരുവാനായിട്ടൊക്കെ ഇല്ല. നമുക്കൊരു ഗുണമുണ്ടോ? നമുക്കൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്തവരെ യേശു ക്രിസ്തു എന്ന ഏക മാർഗത്തിലൂടെ ദൈവം രക്ഷിക്കുക. ഈ ലോകത്തിൽ ജനിച്ചവരെ, ഇനി ജനിക്കാനുള്ളവരെ എല്ലാവരും, കോടിക്കണക്കിന് കോടാനുകോടി ജനങ്ങളെ ഒരേ മാർഗത്തിലൂടെ രക്ഷിപ്പാൻ ദൈവം, നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ പലരോട് ചോദിച്ചാൽ പല അഭിപ്രായങ്ങളാ പറയുന്നല്ലേ. ദൈവം പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും വെച്ചായിരുന്നെങ്കിൽ ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയല്ല. ഒറ്റ ഒരു മാർഗം മാത്രമാ ദൈവം വെച്ചത്, രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം അടിസ്ഥാനം എന്നുള്ളതല്ലേ. ആലോചിച്ച് നോക്കിയ ദൈവത്തിന്റെ ആ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ. ഒരു മനുഷ്യനോട് പറയുക രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയപ്പോ ആദമിനോട് പറഞ്ഞാൽ ആദമിന് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞേനല്ലേ. അവയ്ക്ക് വേറെ ഒരു കാര്യമായിരിക്കും ഇഷ്ടം വരുന്നത്. വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേറൊരു കാര്യമായിരിക്കും ഇഷ്ടം വരുന്നത്. പക്ഷെ രക്ഷയ്ക്കായി ഒറ്റ മാർഗം ഒരുക്കിയ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരവുമാണ്. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. അടുത്ത അതിന്റെ ബാക്കി, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. നമുക്ക് കർത്താവിന് എന്തെങ്കിലും കൊടുത്തിച്ച് കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഒക്കുവോ? ദാവീദ് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു നിനക്ക് തന്നെ തരുന്നല്ലേ. അതുകൊണ്ട് 36-ാമത്തെ, സകലു അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വമാമൻ. മനുഷ്യനെ പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. എല്ലാ വായും അടഞ്ഞ് എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങേണ്ടതിന് വേണ്ടി രക്ഷയ്ക്കായി ഒരു മാർഗം മാത്രം പറയുമോ മലവനങ്ങില്ല. എല്ലാ വായും അടഞ്ഞ് സർവ്വ ലോകവും ദൈവസന്നിധിയിൽ ആ ഒരു പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ നീതി ക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പ് മൂലം നമുക്ക് സാധ്യമായി തീർന്നു. ന്യായ പ്രമാണത്തിനോ മനുഷ്യർക്കോ മറ്റുള്ള എന്തു പ്രവർത്തിക്കോ ചെയ്യുവാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം വായിച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. സകലവും അവനിൽ നിന്നും അവങ്കലേക്കും അവനാലുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമുക്കും അത് മാത്രമേ പറയാനുള്ളൂ. സകലവും എല്ലാ ദിവസവും ഒന്ന് ഓർക്കണം. രക്ഷയുടെ മഹിമയെക്കുറിച്ച്, ആ കൃപയെക്കുറിച്ച്, ആ സമാധാനത്തെക്കുറിച്ച്, ദൈവം കൊടുത്ത വിലയെക്കുറിച്ച് ഈ വാക്യം കാണാൻ പഠിച്ച് എന്നും ഇങ്ങനെ പറയുന്നത് നല്ലതായിരിക്കും ഓർക്കാൻ വേണ്ടി. സകലവും അവനിൽ നിന്നും അവങ്കലേക്കും അവനാലുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ ആ വാക്യം 5 വാക്യം നല്ലവണ്ണം മനസ്സിലായല്ലോ എല്ലാവർക്കും? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. 6. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പം ആദ്യം എന്താ സുവിശേഷം എന്ന് പൗലോസ് പറഞ്ഞേച്ചാ പറയുന്നത്, നിങ്ങൾക്ക് നന്ന് ഞാൻ സുവിശേഷം അതായിരുന്നു. പക്ഷെ നിങ്ങൾ ആ സുവിശേഷം വിട്ട് ആ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷം വിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസിന്റെ വലിയൊരു ധർമ്മ സങ്കടമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മള് മറ്റു ലേഖനങ്ങളിലൊക്കെ കാണുമ്പോഴേ
പൗലോസ് ആദ്യം ആ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആം, അവരെ പുകഴ്ത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒക്കെ പറയുന്ന പൗലോസ് ഇതിനകത്ത് ആദ്യത്തെ ആ സല്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ ആ വാക്യത്തിലേക്ക് എന്താ പറയുന്നത് ആ ഒരു സബ്ജക്റ്റിലേക്ക് കടന്നിരിക്കുക ചെയ്യുന്ന ആം, മറ്റു ലേഖനങ്ങളിലൊക്കെ എഴുതിയതിന് വിപരീതമായി അവർക്ക് നന്ദി ഒന്നും ചെയ്തില്ല. നമുക്ക് ഒരു രണ്ട് വാക്യം റോമാലേഖനത്തിന് രണ്ട് വാക്യങ്ങൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ഒരു റിവിഷന് വേണ്ടി നമുക്കൊന്ന് വായിച്ചിട്ട് മാത്രം പോകാം. റോമാലേഖനം 1:8. റോമാലേഖനം ആദ്യം കഴിഞ്ഞ ജഡസംബന്ധിതാവിന്റെ സന്ധ്യ ജനിക്കുകയും അങ്ങനെ എല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 1:8 നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കാൻ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കൊലോസ്യ സഭയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കും. പക്ഷെ അവിടെയല്ല നമ്മള് ഗലാത്യ സഭകൾക്ക് എഴുതുന്നല്ലേ പറയുന്നേ. പക്ഷെ നമ്മൾ മറ്റു ലേഖനങ്ങളൊക്കെ കാണുമ്പം കൊലോസിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, റോമയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നതല്ലേ കാണുന്നത്. കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നല്ലേ പറയുന്നേ. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? വിശുദ്ധന്മാർക്ക് എഴുതുന്നു പറഞ്ഞിട്ടില്ല. ഗലാത്യ സഭകൾക്ക് എഴുതുന്ന പറഞ്ഞ എല്ലാത്തിൽ നിന്നും വിപരീതമായ പൗലോസിന്റെ ഒരു ലേഖനമായതെന്ന് പറയുന്നത്. അപ്പം ഇവിടെ റോമാലേഖനം പറയാം നിങ്ങളുടെ വിശ്വാസം, റോമക്കാരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കാൻ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 9 നോക്കിയേ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ അങ്ങനെ ഇടവിടാതെ ഓർത്ത്. പക്ഷെ പൗലോസ് ഇവരെക്കാളും അധികമായിട്ട് ഗലാത്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. പക്ഷെ അതൊന്നും പറഞ്ഞ് സമയം കളയാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നില്ല. പൗലോസ് നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അവരുടെ ആ പ്രവൃത്തിയിൽ ആശ്ചര്യപ്പെടുന്ന, വിഷമിക്കുന്ന, ആശ്ചര്യം രണ്ടു വിധത്തിലുണ്ടാകാം. സന്തോഷത്താൽ ആശ്ചര്യമുണ്ടാകാം, സങ്കടത്താലുള്ള ആശ്ചര്യം ഉണ്ടായി. ഇവിടെ സങ്കടത്താല് ആശ്ചര്യപ്പെടുന്ന പൗലോസിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത്ര വേഗത്തിൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഇത്ര വേഗത്തിൽ നിങ്ങൾ തെറ്റിപ്പോയി. ആ ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസ് സ്ഥാപിച്ച സഭ 2ഉം 3ഉം മിഷണറി യാത്രയിലും പൗലോസ് അവിടെ ആ സഭകളിലൊക്കെ പോയിരുന്നതായി കാണാം. പക്ഷെ എത്ര വേഗത്തിൽ എന്ന് പറയുമ്പോൾ സഭയുടെ ബാല്യകാലത്തിൽ തന്നെ അവര് ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മള് എവിടെ നിന്നും അവരെവിടേക്ക് പോയി? കൃപയിൽ നിന്നും വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ താഴെ നമ്മൾ വായിക്കാൻ അത് സുവിശേഷമേ അല്ലെന്നാ പറയുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസാ. ഇത് ഗുഡ് ന്യൂസ് ഒന്നും അല്ല. അതുകൊണ്ട് ഒരു സുവിശേഷമേ അല്ലെന്നാ പറഞ്ഞത്. അപ്പൊ കൃപയിൽ നിന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് അവര് പോയി. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. അപ്പൊ ക്രിസ്തുവിന്റെ കൃപയാലാണ് നിങ്ങളെ വിളിച്ചത്, നിങ്ങളുടെ പ്രവൃത്തി നിമിത്തമല്ല. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. നമ്മള് പഴയ നിയമമൊക്കെ വായിക്കുമ്പോഴേ ക്രിസ്തു ദൈവത്തെ വിട്ടുപോകുന്ന അവസ്ഥയ്ക്ക് എന്നാ പറയുന്നത്? പരസംഗം ചെയ്തെന്നാ പറയുന്നത് അല്ലേ? ആ ഒരു അതേ അർത്ഥം തന്നെയാണ് ഇവിടെ പറയുന്നത്. വിളിച്ചവനെ വിട്ട് പരസംഗം ചെയ്തു. ക്രിസ്തുവിന്റെ മണവാട്ടിയായി ആകുവാനായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ട ദൈവത്തിന്റെ മക്കൾ പരസംഗം ചെയ്തു. അപ്പം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് തെറ്റിപ്പോയി. ഇത്ര വേഗത്തിൽ ആ ഒരു ബാല്യകാല അവസ്ഥയിൽ തന്നെ അവിടെ ആ നുഴഞ്ഞു വന്നു കയറിയ ദുരുപദേഷ്ടാക്കന്മാരാൽ വശംവദരായി അവർ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ അവര് മനഃപൂർവ്വം അവരെ അംഗീകരിച്ചതാ പറയുന്നത് അല്ലെ. അവര് വന്നിട്ട് അവരെ അനുവദിച്ചത് കൊണ്ടാണല്ലോ അവർ വന്ന് ഈ സുവിശേഷം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അവരെ അനുവദിച്ചത് കൊണ്ടാ. അപ്പൊ നമ്മളോടും എത്ര പേര് പല കാര്യങ്ങളും പറയും. നമ്മള് അത് കേൾക്കാൻ ഒന്നും സമ്മതം കാണിച്ചാലല്ല പിന്നെ ഈ ദൂഷണം പറയുന്നവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയത്തുള്ളൂ. അവരനുവദിച്ചത് മാത്രമല്ല അവിടെ തുടരുവാനായിട്ട് അവർക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അവരവിടെ ആ അർബുദബാധ പോലെ തിന്നുന്ന ഒരവസ്ഥയിലായിട്ട് അവരായി തീർന്നു. അവരെല്ലാം അനുവദിച്ച് അവരെല്ലാവരും കുറെ ആൾക്കാർ പോകുവാനായിട്ട് ഇതൊക്കെ ഈ
ദേമാസ് എന്നെ വിട്ട് ലോകത്തിലേക്ക് പോയെന്നൊക്കെ, ലോകത്തെ സ്നേഹിച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടുള്ള ലോകത്തോടുള്ള സ്നേഹമൊന്നും വരുന്നൊന്നും അല്ല. ഇത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ വന്ന് അവസാനം അങ്ങ് പോകുന്നതാ. ഇത് നമ്മൾ ആദ്യമൊക്കെ അറിയും, പിന്നെ നമ്മൾ അങ്ങ് വിട്ട് കളയല്ലേ. കുറെ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നാം കർത്താവിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായത്. അങ്ങനെ ആയിപ്പോയതാണ് ഇവിടെ. നുഴഞ്ഞു കയറി വന്ന ആ യഹൂദ മതാനുസാരികൾ അവരെ വശംവദരാക്കി, അവരുടെ വലയിലാക്കി. ന്യായപ്രമാണവും കൃപയും കൂടെ കൂട്ടിച്ചേർത്തു. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം, അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. അവ ഇത്ര വേഗത്തിൽ വിളിച്ചവനെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ 3:2 ഇങ്ങനെ പറയുന്നു. അവര് ഞാൻ വായിക്കാം 3:2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ച ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇപ്പം വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതില്ല, നിങ്ങള് ആത്മാവ് ലഭിച്ചു, പക്ഷെ നിങ്ങളിപ്പം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യം അത് തന്നെയാണ് പറയുന്നത്. പിന്നെ 4:9 ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കാൻ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നു. അവരുടെ ആദ്യ പാഠങ്ങളിലേക്ക് അവർ പോയി എന്ന് പറയുന്നുണ്ട്. 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ക്രിസ്തുവിൽ വരുമ്പോ ദിവസങ്ങളും ഇല്ല, മാസങ്ങളും ഇല്ല, ഒന്നുമില്ല അല്ലേ. അപ്പം ഇവിടെ പൗലോസ് പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് പറയുന്നു. അവരെ പഴയ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് പോയി, കൃപയും ന്യായപ്രമാണവും കൂടെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇടയായി തന്നു. അപ്പം ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ആ വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണത്തിൽ ചില ആചാരങ്ങളും കൂടെ വേണം, പ്രവൃത്തികളും കൂടെ വേണം എന്നുള്ള കാര്യം അവിടെ ഉണ്ടായി. അതുപോലെയാണ് കൊരിന്ത്യ ലേഖനത്തിലും കൊരിന്ത്യയിലും സംഭവിച്ചത്. അപ്പം കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നു, പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് ആ ഒരു സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഴിതെറ്റി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പൗലോസ് ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. അവര് പോയി, ഓൾറെഡി പോയി. അവരോട് ഭയങ്കര ശകാരിച്ചു കൊണ്ടിരുന്ന ലെറ്ററാണ്. അവര് ആ ലോകത്തിന്റെ വ്യവസ്ഥയിലേക്ക് പോയി, അവരിവിടെ കടന്നു വന്ന ദുരുപദേഷ്ടാക്കന്മാർ അവരെ തെറ്റിച്ച് ആ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ആർക്കു വേണ്ടി വില കൊടുത്തു, ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുള്ള റോമാലേഖനത്തില്, ആ ക്രിസ്തുവിനെ വിട്ട്, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. അത് അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിലേക്കൊന്ന് നോക്കിയേ, നമ്മളുടെ സഭകളിലേക്കൊന്ന് നോക്കിയേ. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് പകരം എന്തൊക്കെയാ നടന്നു കൂടുന്നതെന്ന് അറിയാമോ? അങ്ങനെ ആ ഒരു ദൈവത്തിൽ നിന്ന് വിട്ട് വേൾഡ്ലി അട്രാക്ഷനിലേക്ക് പോകുവാനായിട്ട് ഇടയായി തരി. സ്വർഗരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവൾ സാത്താന്റെ രാജ്യത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എത്ര പ്രസംഗങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. എല്ലാം നമ്മെ ലോകത്തിലേക്ക് വിളിക്കുന്ന പ്രസംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കേൾക്കുന്നത്. ആ സഭകളിൽ എത്ര പിളർപ്പുകൾ നമ്മള് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്നല്ല ചോദിക്കുന്നത് അല്ലേ. അവിടെ പറയുന്നത്, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പള്ളികളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ എത്ര പക്ഷം ചേർന്നിരിപ്പുണ്ട്. ക്രിസ്തുവിന്റെ പക്ഷം അല്ലാതെ വേറെ ഏതെങ്കിലും പക്ഷം വേണോ? എല്ലായിടത്തും പക്ഷം ചേരല്. അതുകൊണ്ട് എന്താ, ആ ലോകത്തിന്റെ വ്യവസ്ഥയിലേക്ക് പോയത് കൊണ്ടാ. നമ്മളിലേക്ക് തന്നെ നോക്ക, ലോകം എത്രത്തോളം നമ്മളിലായി കഴിഞ്ഞു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ അധിക ദിവസങ്ങളായില്ലല്ലോ കൊരിന്ത്യ ലേഖനം പഠിച്ചു തീർന്നിട്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ ഉറപ്പുവരുത്തിയെന്നല്ലേ പറയുന്നത്. നിങ്ങൾ വിശ്വാസം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തി എന്ന് നാം നോക്കേണ്ട കാര്യമാണ്. നമ്മളെ വിശ്വാസമുണ്ടോ എന്ന്, നാം കർത്താവിന്റെ കൃപയിലാണോ നിൽക്കുന്നതെന്ന്. വിളിച്ചവനെ വിട്ടു പോകുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അത് ദൈവത്തിന് വലിയ വിഷമമാണത്. ദൈവം നമ്മെ ഇത്രത്തോളം തന്റെ ഏകജാതന പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ കർത്താവിന് കൃപ തോന്നിയെങ്കിൽ എന്നേക്കും തന്നോടുകൂടെ ഇരിക്കാൻ വേണ്ടി ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ആ മനുഷ്യൻ പാപം ചെയ്തപ്പോ വീണ്ടും അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവം വലിയൊരു വില കൊടുത്തു. ആ ദൈവത്തെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് അവർ പോയി.
ഇപ്പോ അങ്ങനെയാണ് കഴിയുന്നത്. കൃപയുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് അനേക സുവിശേഷങ്ങളുണ്ട്. അതിലേക്ക് മനുഷ്യനെ രോഗസൗഖ്യം വേണമെങ്കിൽ കർത്താവിങ്കലേക്ക് വരിക. അത് മാത്രം. രോഗസൗഖ്യം ദൈവം തരും. ദൈവം തന്നില്ലേലും നശിച്ചുപോയ രോഗസൗഖ്യം കിട്ടിയിട്ട് വല്ലോ കാര്യമുണ്ടോ? ഒന്നുമില്ല. മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ വീണ്ടും മരിക്കും. പക്ഷെ അതൊന്നുമില്ല. തൽക്കാലത്തേക്ക് മാത്രം. നിത്യരക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിനാൽ മാത്രമേ ഉള്ളൂ. ആ രക്ഷയിൽ നിന്ന് മാറിപ്പോകരുത്. നാം എന്നും വിശ്വാസം നിലനിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയതുപോലെ നാമും ഓരോ ദിവസവും ശോധന ചെയ്യുക. നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് എന്നും ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പം നമ്മൾ ദേമാസിനെ കാണുമ്പോൾ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയെന്ന് പറയുന്നുണ്ട്. എഫേസോസിലെ സഭ ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിച്ചില്ല. ആദ്യ വിശ്വാസം മാറിപ്പോയി. അതുപോലെ സർദീസിലെ സഭ ജീവനുള്ളവർ എനിക്ക് പേരുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചവരാന്ന് പറയുന്നുണ്ട്. ചാവാറായ ശേഷിപ്പുകളെ സ്ഥിരപ്പെടുത്തുവീൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിലേക്ക് നോക്കുക. ഈ ലോകാവസ്ഥയിലേക്ക് നാം മാറിപ്പോകുന്നോണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുവിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ അവര് തങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ 7-ാമത്തെ വാക്യം, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നമ്മെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. മലയാളം പറയുമ്പോൾ അത് വേറൊരു സുവിശേഷം എന്നല്ല പറയുന്നത്, എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ POC പറയുമ്പോഴേ അത് ഒരു സുവിശേഷമേ അല്ലെന്നാ പറയുന്നത്. ഇംഗ്ലീഷും അത് തന്നെയാ പറയുന്നത്. അതൊരു സുവിശേഷമേ അല്ല, വിച്ച് ഈസ് നോട്ട് അനദർ ഗോസ്പൽ എന്നാ പറയുന്നത്. അത് സുവിശേഷമേ അല്ല. സുവിശേഷമാണെങ്കിൽ അത് ഗുഡ് ന്യൂസ് അല്ലേ, നല്ല വർത്തമാനമല്ല. ഇത് ബാഡ് ന്യൂസ് തന്നെയാ. പക്ഷെ അത് കേൾക്കുന്നവർക്ക് നല്ല വർത്തമാനം ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഊഹിക്കാം. ഓക്കെ, ഞാൻ POC പറയാം. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവിടെ പറയുന്നതിന് അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു. അപ്പം അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അതൊരു സുവിശേഷമേ അല്ല, വിച്ച് ഈസ് നോട്ട് അനദർ. POC പറയുന്ന മറ്റൊരു സുവിശേഷമല്ല, അത് ഇല്ലെജിറ്റിമേറ്റ് ഗോസ്പലാണ്, ജാരസന്തതി എന്ന പോലെ പറയുന്ന ജാര സുവിശേഷമാണ്. രണ്ടാമത് അവിടെ പറയുന്നത് നിങ്ങളെ കലക്കുന്ന സുവിശേഷം, നിങ്ങളെ ഉപദ്രവിക്കുന്ന സുവിശേഷം. നല്ല സുവിശേഷം എന്തുവാ? നമുക്ക് സമാധാനവും രക്ഷയും നൽകുന്ന സുവിശേഷമല്ലേ നല്ല സുവിശേഷം. ഇതെന്നാ? നിങ്ങളെ കലക്കുന്ന സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയാനേ ഒക്കത്തില്ല. നിങ്ങളെ കലക്കുന്ന ന്യൂസ്, നിങ്ങളെ ട്രബിൾ ചെയ്യുന്ന ന്യൂസ്. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുന്ന മറ്റൊരു സുവിശേഷം. പെർവേർട്ട് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പെർവേർട്ട് ചെയ്യുന്ന, അതൊരു സുവിശേഷമേ അല്ല, അത് കലക്കുന്നതാണ്. അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുന്നതുമാണ്. അപ്പം സുവിശേഷം എന്നാൽ സന്തോഷവും സമാധാനവും നൽകുന്നത്, ഇത് നമ്മളെ ദുഷിക്കുന്നതാണ്, നമ്മളെ നശിപ്പിക്കുന്നതാണ്, നമ്മളെ മറിച്ചു കളയുന്ന സുവിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. അത് വേറെ എന്തോ ആണ്. അത് ഗുഡ് ന്യൂസേ അല്ല, അതൊരു ബാഡ് ന്യൂസ് ആണ്. ഞാനിപ്പോ പറഞ്ഞതുപോലെ അത് കേൾക്കുന്നവർക്കും അത് വിശ്വസിക്കുന്നവർക്കും അതായിരിക്കും നല്ല സുവിശേഷം അല്ലേ, നല്ല ന്യൂസ് എന്ന് പറയുന്നത്. അത് മെസ്സേജ് തന്നെ റോങ് ആണ്, അതിന്റെ മെസ്സേജ് തന്നെ റോങ് ആണ്. അപ്പൊ മെസ്സേജ് റോങ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെസ്സഞ്ചേഴ്സും റോങ് ആയിരിക്കും അല്ലേ. അതിന്റെ മെസ്സേജ് റോങ് ആണെങ്കിൽ റോങ് ആയിട്ടുള്ള മെസ്സേജ് നല്ല ആൾക്കാര് കൊണ്ടുവരത്തില്ലല്ലോ അല്ലെ. അപ്പൊ മെസ്സേജ് പറയുന്നവരും റോങ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അവിടെ ആ ഒരു കൃപയുടെ സുവിശേഷത്തെ പ്രസംഗിച്ചവർ നല്ല സുവിശേഷത്തെ പ്രസംഗിച്ചു. ഇവർ കള്ള അപ്പോസ്തലന്മാർ, ജുഡൈസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരികൾ റോങ് മെസ്സേജ്, ആ തെറ്റായ മെസ്സേജിന് സന്ദേശത്തെ പരപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസിനെയൊക്കെ എങ്ങനെയാ പറയുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവര് വിശന്നും ദാഹിച്ചുമൊക്കെ ഇരുന്നാ പറയുന്നത് അല്ലെ. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്, ഇത് കൃപയുടെ സുവിശേഷമാണ്, ആ ഒരു പിന്നെ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാ. പക്ഷെ നല്ല സുവിശേഷം പറയുന്നവർ എപ്പോഴും ദാരിദ്ര്യത്തിൽ കഷ്ടതയിലുമായിരുന്നു അല്ലെ. ഒന്ന് വായിച്ചു നോക്കാം.
1 കൊരിന്ത്യർ 4:11 മുതലുള്ള വാക്യങ്ങൾ എന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:11. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. അപ്പം നല്ല ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് കിട്ടുന്ന ഫലം ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ അവര് ആ മെസ്സഞ്ചേഴ്സ് തന്നെ ഇവരെ അടിമയാക്കുക, ഇവരെ നശിപ്പിക്കുക, ഇവരെ ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പം മെസ്സേജ് ഗുഡ് ആണെങ്കിൽ ആ മെസ്സഞ്ചേഴ്സും നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ മെസ്സേജും ഗുഡ് അല്ല, മെസ്സഞ്ചേഴ്സും ഗുഡ് അല്ല. സന്ദേശം നല്ലതുമല്ല, സന്ദേശവാഹകരും നല്ലതല്ല. അപ്പം ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന അഹിംസയാ. പക്ഷെ ഇവിടെ അവര് മറിച്ചു കളയുന്നു, അവര് നിങ്ങളെ പീഡിപ്പിക്കുന്നു, അവരെ എന്താ പറയുന്ന ട്രബിൾ ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെയാ പറയുന്നത് അല്ലേ. അപ്പൊ ക്രിസ്തുവിന്റെ ക്രിസ്തു പറഞ്ഞ എങ്ങനെ, ഒരു കാരണത്തെ അടിക്കുന്നവന് മറ്റൊരു കാരണം കൂടെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയും, അവരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മള് പത്രോസിന്റെ ലേഖനം പറയുന്നുണ്ട്, ക്രിസ്തു നമുക്ക് പോകുവാനായിട്ട് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്ന പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആ സുവിശേഷത്തിന് ഒരു വാക്യം മാത്രം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാക്യം തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:9 ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നതായി. നമുക്ക് ദോഷവും ശകാരവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനു പകരം അതിന് പകരം ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെയും നമ്മള് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3:17 നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടുള്ള നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് നല്ലത്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന്റെ നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊന്ന് നമ്മൾ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പം ഇവിടെ അവരെന്തോ ചെയ്ത് മറിച്ചു കളയുന്നു, ആ സുവിശേഷത്തെ മറിച്ചു കളയുന്നു. അപ്പൊ അവര് ആ ഒരു റോങ് ആയ മെസ്സേജ് പറയുക മാത്രമല്ല, സത്യ സുവിശേഷത്തെ മറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുന്നു. അപ്പൊ അവര് അതിനു വേണ്ടി സത്യമായതിനെ 5 മിനിറ്റ് കൊണ്ട് എടുക്കാൻ അതിനു വേണ്ടി സത്യമായതിനെ നീക്കിക്കളയും. അവിടെ ആ വ്യാജമായ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അവര് സത്യമായ സുവിശേഷത്തെ നീക്കിക്കളയുകയാണ് ചെയ്യുന്നത്. സത്യമായത് എന്തെന്ന് അറിഞ്ഞാലല്ലേ നമ്മള് അസത്യമായത് വന്നാലും നമ്മള് അതിനെ സ്വീകരിക്കാതിരിക്കത്തുള്ളൂ അല്ലെ. ഇവിടെ സത്യമായത് എന്താന്ന് അറിഞ്ഞവരാണ്, എന്നിട്ടും അവരതിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് ഇടയായി. സത്യസുവിശേഷം നമ്മുടെ ആദിമ പിതാക്കന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ റിഫോർമേഷൻ ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ ആ പിതാക്കന്മാർ പറഞ്ഞിരുന്ന ഒരു 5 സോളോസ് ഉണ്ടായിരുന്നു. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. അപ്പം ആ 5 സോളോസ് ഓഫ് സാൽവേഷൻ എന്നാണ് പറയുന്നത്. അത് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ. രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞിരുന്നത്. 1, സാൽവേഷൻ ബൈ ക്രൈസ്റ്റ് അലോൺ, ബൈ ഫെയ്ത്ത് അലോൺ, ബൈ ഗ്രേസ് അലോൺ, by scripture alone, and through glory of God alone. 5 കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ഓരോ മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് മാത്രം പോരാ. ബൈ ക്രൈസ്റ്റ് അലോൺ 5 രക്ഷയ്ക്ക് 5 മാർഗങ്ങൾ. വിശ്വാസാൽ രക്ഷ, അത് ആ ക്രൈസ്തല ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. രക്ഷ ക്രിസ്തുവിലോട് മാത്രമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യം ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു മാത്രം. ബൈ ക്രൈസ്റ്റ് അലോൺ. 2, ബൈ ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം രക്ഷ. നീതിമാനായ ദൈവം മനുഷ്യരെ നീതീകരിക്കുന്ന ഒരു മാർഗം മാത്രം, ക്രിസ്തുവിലൂടെ മാത്രം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. കൃപയാൽ മാത്രം, ആ വിശ്വാസം മാത്രം, ഫെയ്ത്ത് അലോൺ. ഓക്കെ. 1, ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തുവിലൂടെ മാത്രം. 2, ബൈ ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം. 3, ബൈ ഗ്രേസ് അലോൺ, രക്ഷകൃപയാൽ മാത്രം. ആരുടെ നീതി പ്രവൃത്തികൾ കാരണമല്ല, ഒരു പ്രമാണവും കാരണമല്ല,
ദൈവത്തിന്റെ കൃപയാൽ മാത്രം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാതിനും നിങ്ങളുടെ പ്രവൃത്തികളല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആ ദൈവത്തിന്റെ കൃപയാലാണ്. ഗ്രേസ് എന്ന് പറയുന്നതിന്റെ അക്രോണിം എന്താ പറയുന്നത്? ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ക്രിസ്തുവിന്റെ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ക്രിസ്തുവിന്റെ ആ ഒരു യാഗമരണത്താൽ അത്ര ക്രിസ്തു നമുക്ക് വേണ്ടി എക്സ്പെൻസ് എല്ലാ എക്സ്പെൻസും വഹിച്ചു. അത് മാത്രം. നാലാമത് സോള സ്ക്രിപ്ചറ, ബൈ സ്ക്രിപ്ചർ അലോൺ. വചനത്തിലൂടെ മാത്രം. ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ മാത്രമേ ഉള്ള രക്ഷ എന്ന് പറയുന്നത്. ആ നമ്മുടെ രക്ഷയ്ക്ക് എല്ലാ അതോറിറ്റിയും, ആ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ദൈവവചനം മാത്രമാണ്. അപ്പൊ നമ്മളുടെ വിശ്വാസത്തിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഫൈനൽ അതോറിറ്റി വചനം മാത്രമാണ്. രക്ഷ മുതൽ തേജസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും വചനത്തിൽ നമുക്ക്, എഴുതപ്പെട്ട വചനത്തിൽ നമുക്ക്, എഴുതപ്പെട്ട ദൈവമായ വചനം തന്നെയല്ല, വചനം ദൈവമാകുന്നു. ആ എഴുതപ്പെട്ട വചനത്തിൽ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇതിന്റെ പുറത്തുള്ള ഒന്നും മനുഷ്യനെ രക്ഷിക്കാൻ കാരണമാകുന്നില്ല. ഇതിന് പുറത്തുള്ള ഒന്നും നമ്മെ രക്ഷിക്കാൻ കാരണമല്ല. അതുകൊണ്ടല്ലേ തീമോഥെയോസിലെ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ട ഗുണീകരണത്തിന് ശാസ്ത്രം നീതിയിലെ അഭ്യാസം പ്രയോജനമുള്ളതാകുന്നു. അപ്പം വചനത്താൽ മാത്രം. അടുത്തത് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ. ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി മാത്രം. രക്ഷ മുതൽ തേജസ്കരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രവൃത്തിയാൽ അല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രം. അതുകൊണ്ട് എല്ലാ മഹത്വവും അവന് തന്നെയാണ്. സകലം അവനാലും സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാവുന്നു. അവൻ എന്നേക്കും മഹത്വം. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ട സകലവും അവനിൽ നിന്ന് മാത്രമാണ്. അപ്പം എല്ലാ രക്ഷയുടെ കാരണങ്ങള്, രക്ഷ 5 സോളാസ്. ഒന്ന്, ബൈ ക്രൈസ്റ്റ് അലോൺ, ബൈ ഫെയ്ത്ത് അലോൺ, ബൈ ഗ്രേസ് അലോൺ, ബൈ സ്ക്രിപ്ചർ അലോൺ, ആൻഡ് ലാസ്റ്റ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ. നമുക്ക് രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം, രക്ഷ വിശ്വാസത്തോടെ മാത്രം, രക്ഷ കൃപയാൽ മാത്രം, രക്ഷ വചനത്താൽ മാത്രം. സകലവും വചനത്താല്, രക്ഷ സകലവും ദൈവത്തിന്റെ മഹത്വത്താലാണ്. റോമാലേഖനം എഴുതിയ സകലവും അവനെന്നും അവനാലും അവങ്കിലേക്കുമാട്ടെ, അവനെന്നേക്കും മഹത്വം. ആമേൻ. നമുക്കും അങ്ങനെ പറയുവാൻ കഴിയണം. നമ്മെ രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. വിശ്വസിച്ചു, അത് സത്യമാണ്. എങ്കിലും എഫെസ്യ ലേഖനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക. ദൈവം നമുക്ക് വിശ്വസിപ്പാൻ കൃപ തന്നത് കൊണ്ടാണ് നാം വിശ്വസിച്ചത്. സകലവും അവനൊന്നും അവനാലും അവങ്കിലേക്കുമാവുന്നു. അവനെന്നേക്കും മഹത്വം. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.